കോയക്കായി ക്ഷണിക്കുന്നു ആദരവേറ്റുവാങ്ങുന്നതിന് വേണ്ടി. അടുത്തതായി ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മാമുക്കോയ ഹാജി അവരുകളെ ക്ഷണിക്കുന്നു. ആദരവ് നൽകുന്നതിന് വേണ്ടി അടുത്ത ആദരിക്കൽ ചടങ്ങാണ്. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സുകുമാരൻ റാവുക്കൽ അവരുകളെ ക്ഷണിക്കുന്നു. ആദരവ് നൽകുന്നതിനായി സുരേഷ് മാസ്റ്റർ. അടുത്തായിട്ട് സുകുമാരൻ ബാവുക്കലാണ് ആദരവ് ഏറ്റുവാങ്ങാൻ വന്നിരിക്കുന്നത്. സുകുമാരൻ ബാവുക്കലിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. കുഴപ്പമില്ല, ഓക്കെ, കുഴപ്പറ്റായിരുന്നു. പക്ഷെ ഇപ്പൊ താമസിക്കുന്നത് ബാവുക്കലാണ് മാത്രമൊക്കെ അല്ലേ? ഓക്കെ. പിന്നെ സുകുമാരേട്ടൻ കലാപരിപാടിയൊക്കെ ആയിട്ട് നമ്മൾക്കറിയാം, തബലിസ്റ്റാണ്, നല്ലൊരു തബലിസ്റ്റാണ്. പണ്ട് ആണ്ടായിലൊക്കെ നാടകമായാലും പാട്ടായാലും സജീവ സാന്നിധ്യം സുകുമാരേട്ടൻ്റെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് മാഷെ സുരേഷ് മാഷ്. അടുത്തതായി ആദരവ് ഏറ്റുവാങ്ങുന്നതിന് ഉമ്മർക്കായി ക്ഷണിക്കുന്നു. ഓക്കെ. അപ്പൊട്ടിയേട്ടനെ ആദരിക്കുന്നതിന് സുരേഷ് മാഷ്. അപ്പൊട്ടിയേട്ടൻ നമ്മുടെ നിറസാന്നിധ്യമായ പ്രസീയുടെ ഫാദറാണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ? ഓക്കെ. വിശ്വനാഥേട്ടൻ എല്ലാവർക്കും അറിയാം. കുറെ കാലങ്ങളായിട്ട് നമ്മുടെ മാനട്ട് ആനന്ദദായിനി ലൈബ്രറിയിലെ ലൈബ്രറിയനാണ് അദ്ദേഹം. അദ്ദേഹവും സാംസ്കാരികമായിട്ട് വളരെയധികം അടുത്ത ബന്ധമുള്ള ആളാണ്. അതൊക്കെ പുറമെ അദ്ദേഹത്തിന്റെ മകൻ എൻ്റെ ഒരു വളരെ സുഹൃത്തും കൂടിയാണ്. അദ്ദേഹത്തെ ആദരിക്കുന്ന സുരേഷ് മാസ്റ്ററെ. അടുത്ത അസീസ് ഖാനെ
ആദരിക്കുന്നതായിട്ട് വേദിയിലേക്ക് ഹാർദമായിട്ട് ക്ഷണിക്കുന്നു. വിശ്വനാഥേട്ടൻ നമ്മുടെ അൻതാനി ലൈബ്രറിയുടെ പ്രസിഡന്റും കൂടെയാണ്. അതുകൂടെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. അസീസ് ഖാനെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. തൊട്ട ബാക്കിലെ വീട്ടിലുള്ള അസീസ് ഖാനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. BSNL വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആളാണ്. അന്നത്തെ കാലത്തൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഫോണിന് തകരാറ് പറ്റി കഴിഞ്ഞിരിക്കണം അപ്പോൾ ഓടി വന്നിട്ട് ശരിയാക്കുന്ന ആളാണ്. പിന്നെ ഹാർമോണിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ് അദ്ദേഹത്തിനെ ആദരിക്കുന്നതിനായിട്ട് ശ്രീ ജോഷ് മാഷ്. അടുത്ത മുഹമ്മദ് കുട്ടിയുടെ അടുത്തത് മുഹമ്മദ് കുട്ടിയെ ആദരവ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഹാർദമായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വയനാട്ടിന്റെ അഭിമാനമായ മുഹമ്മദ് കുട്ടിക്ക എല്ലാവർക്കും അറിയാലോ. നമുക്ക് ഒരുപാട് കാലങ്ങളായിട്ട് മത്സ്യം തന്ന ആളാണ്. ഇപ്പോഴും നമുക്ക് മത്സ്യം തന്നുകൊണ്ടിരിക്കുന്ന വയനാട്ടിലെ ഒരു പ്രമുഖ മത്സ്യ വ്യാപാരിയാണ് അദ്ദേഹത്തെ ആദരിക്കുന്നത്. ഇനി നമുക്ക് ഒരാളെ കൂടെ ആദരിക്കേണ്ടതുണ്ട്. KG ഗോപാലേട്ടനാണ്. KG ഗോപാലേട്ടൻ തൊട്ടടുത്ത വീട്ടുകാരൻ തന്നെയാണ്. പക്ഷേ അനാരോഗ്യം കാരണം അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാത്തത് കൊണ്ട് നമ്മൾ അവിടെ പോയിട്ട് ആദരിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. അടുത്ത ദിവസം നമ്മൾ അവിടെ പോയിട്ട് ആദരിക്കുന്നതായിരിക്കും. ഓക്കെ. അടുത്തത് ഒരു നന്ദി പ്രകാശനമാണ്. നന്ദി. പ്രിയപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷയും നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ വാർഡ് കൗൺസിലർ സ്മിത വള്ളിശ്ശേരി, നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകനായ നമുക്കെല്ലാം സുപരിചിതനായ ജനാബ് ബാപ്പു വെള്ളിയുറമ്പ്, അതുപോലെ തന്നെ വേദിയിലുണ്ടായിരുന്ന ഈ ആദരിക്കൽ ചടങ്ങിന് നേതൃത്വം നൽകിയ നമ്മുടെ അടുത്ത വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ജംഷീർ, ഇന്നത്തെ പരിപാടിയുടെ ആശംസകൾ അർപ്പിച്ച പാട്ടിലേക്ക് നമുക്ക് കടക്കാം. ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ച എൻ്റെ സുഹൃത്തു കൂടിയായ ഖാദർ അൻസാരി, അതുപോലെ മറ്റ് സംഘാടകർ, ഇതിന് 2-3 ദിവസമായി അഹോരാത്രം പ്രവർത്തിച്ച മറ്റുള്ള വയനാട് മുഴുക്കരയുള്ള മറ്റു സംഘാടകർ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ്. ഒരു നല്ല സായാഹ്നം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നേർന്നുകൊണ്ട് ഈ ഔദ്യോഗിക ചടങ്ങ് അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു. നമ്മുടെ കലാപരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. താങ്ക് യു.